എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ റീസെന്റ് വായിച്ചൊരു ബുക്കിനെ കുറിച്ചിട്ടാണ്, അറ്റോമിക് ഹാബിറ്റ്സ്. എന്താണ് ഇതിൽ പറയുന്നത്? എങ്ങനെ നമുക്കൊരു പുതിയ ഹാബിറ്റ്, ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, എങ്ങനെ നല്ല റെസൊല്യൂഷൻസ് ഉണ്ടാക്കാം, അതെങ്ങനെ സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു അവബോധം കിട്ടാൻ ഇവൻ നല്ലതാണ്. ആകെ മൂന്ന് കാര്യങ്ങളാണ് ഈ ബുക്കിൽ ജെയിംസ് ക്ലിയർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എങ്ങനെ ചെറിയ ഹാബിച്വൽ ചേഞ്ചസ്, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കോൺഷ്യസ് ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്, ചില ഹാബിറ്റ്സ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെ ഓവർ ടൈം അത് നമ്മുടെ ലൈഫിന്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറും, എങ്ങനെ അതിനെ നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഒന്ന്. രണ്ട്, എങ്ങനെ നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കാം. മൂന്ന്, എങ്ങനെ ചീത്ത ഹാബിറ്റ്സ് ഒഴിവാക്കാം. ഓക്കെ, ഇതിന് പുള്ളി 4 റൂൾസ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ അത് ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 2025 ഫസ്റ്റ് വീഡിയോ ആണിത് നമ്മുടെ ചാനലിലെ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് വരുന്നത് കുറവാണ്. പക്ഷെ 2025 എൻ്റെ റെസൊല്യൂഷൻ കൂടുതൽ വീഡിയോസ്, മാസത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് 2-3 വീഡിയോസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ഇയർ ആവട്ടെ 2025. നമ്മുടെ ചാനലിൻ്റെയും എൻ്റെയും വക ഹാപ്പി 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 ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഐഡിയൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ, എന്നുള്ള മൈൻഡ് സെറ്റിൽ എൻ്റെ ഫസ്റ്റ് തോട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ചാറ്റ് ജിപിടിയോട് പോയി ചോദിക്കാം. ചാറ്റ് ജിപിടി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണം, ഇതിനു വേണ്ടി എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസിഷൻ എനിക്ക് മനസ്സിലായത് ഈ അടുത്തെങ്ങും AI നമ്മുടെ ജോലിക്ക് ഒരു ചാലഞ്ചായിട്ട് വരില്ല എന്നുള്ളതാണ്. ചാറ്റ് ജിപിടി പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോകും. ഇതാണ് ചാറ്റ് ജിപിടിനോട് പോയിട്ട് പറഞ്ഞത്, എനിക്ക് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിന്റെ സമ്മറി ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ ആ ഡയലോഗ് ഒക്കെ ഒന്ന് എഴുതി തരൂ എന്നുള്ളതാണ്. ഓക്കെ, ചാറ്റ് ജിപിടി പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഹ്യൂമറസ് യൂട്യൂബ് മോണോലോഗ് സ്ക്രിപ്റ്റ് ഫോർ സമ്മറൈസിങ് അറ്റോമിക് ഹാബിറ്റ്സ്, ഡിസൈൻ ടു കീപ് വ്യൂവേഴ്സ് എന്റർടൈൻഡ്, ബ്ലാ 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 ബ്ലാ. അപ്പൊ തുടക്കം. നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിൽ എത്ര പേരാണ് പുത്തൻ ശീലങ്ങൾ തുടങ്ങുന്നവർ? പെരുന്നാളിനും പുതുവത്സരത്തിനും ഇനി ജോഗിങ് തുടങ്ങും, ഇനി ഡയറ്റ് ചെയ്യും എന്ന് തീരുമാനിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റുന്നില്ല. ഡയറ്റിൽ 1000 കുറുമിട്ടു, ജോഗിങ് ഷൂറാക്കിൽ പാടി. ആര് പാടി? പോസസ് ഫോർ ഡ്രമാറ്റിക് എഫക്ട്. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ അറ്റോമിക് ഹാബിറ്റ് നമുക്ക് വലിയ ഫലം നൽകാം. അതാണ് ജെയിംസ് ക്ലിയർ എന്ന മനുഷ്യൻ പറയുന്നത്. ചെറുതായിട്ടും സൂക്ഷ്മമായ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റും. പിന്നെന്താ, പിന്നെ പുള്ളി ദ ഹാബിറ്റ് ലൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു പോയിന്റ് ആണ്. എല്ലാ ശീലത്തിന്റെയും ഒരു ലൂപ്പ് ഉണ്ട്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവാർഡ്. നമ്മൾ രാത്രിയിൽ ചായ കുടിക്കാൻ ശീലമുണ്ടോ? എങ്ങനെ തുടങ്ങും? ചായക്കട്ടയുടെ മണം വരും, അത് ക്യൂ ആണ്. പിന്നീട് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നും, പിന്നെ ചായ ഉണ്ടാക്കും. ആ ബിരിയാണി തിന്ന ശേഷം കിട്ടുന്ന ചായയുടെ സുഖം, ഇതാണ് ഹാബിറ്റ് ലൂപ്പ്. ഓക്കെ, ചാറ്റ് ജിപിടി പറയുന്നത് ബിരിയാണി തിന്ന ശേഷമുള്ള ചായയുടെ സുഖമാണ് ഹാബിറ്റ് ലൂപ്പ് എന്നുള്ളതാണ്. പക്ഷെ പുള്ളി പറഞ്ഞ 4 കാര്യങ്ങൾ കറക്റ്റ് ആണ്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിസൾട്ട്. ഏതൊരു ഹാബിറ്റും ഈ 4 കാര്യങ്ങളിലാണ് റിവോൾവ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നോട്ടീസ് ചെയ്യും, അതാണ് ക്യൂ. ഓക്കെ, ഇപ്പോൾ നല്ലൊരു അത്ലറ്റിക് ബോഡി നിങ്ങൾക്ക് വേണം, അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നോട്ടീസ് ചെയ്യുന്നു. ഞാൻ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ബോഡി, നല്ല 6 പാക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോട്ടീസ് ചെയ്യും. ക്രേവിങ്, ഓപ്പർച്യൂണിറ്റി നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ക്രേവിങ്. എനിക്കും വേണം, ആ ഒരു മസിൽ എനിക്ക് വേണം, എനിക്കും കുറച്ച് ഷോ കാണിക്കണം, എനിക്കും ഇൻസ്റ്റാഗ്രാമിൽ നല്ല പിക്കൊക്കെ ഇടണം എന്നൊക്കെയുള്ള ഒരു ക്രേവിങ് നിങ്ങൾക്ക് വരും. 3, റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആക്ഷനാണ്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം നമ്മൾ നോക്കുന്നു, അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും പ്രോപ്പർ ആയിട്ടുള്ള എക്സർസൈസും വേണം നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നു, അതാണ് റെസ്പോൺസ്. 4, റിസൾട്ട്.
നമ്മൾ ഈ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതാണ് ഹാബിറ്റ് ലൂപ്പ്. ഏതൊരു ഹാബിറ്റ് നമ്മൾ ചെയ്യുന്നതിനും ഈ ഒരു ലൂപ്പാണ് ഫോളോ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പറയുന്ന ആദ്യത്തെ പോയിന്റ്. പിന്നെ പറയുന്നത് 4 റൂൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ ആണ്. 4 റൂൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, ഇപ്പൊ വരാം. ഒരു നല്ല ഹാബിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലോസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഒന്നാമത്തെ ലോ, മേക്ക് ഇറ്റ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മളൊരു ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി നമ്മൾ ഓർക്കണമല്ലോ. ഇപ്പൊ ജോഗിങ്ങിന് ഡെയിലി പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഹാബിറ്റ് എങ്കിൽ ഒബ്വിയസ് ആക്കുക. അതായത് രാവിലെ എണീറ്റ ശേഷം നിങ്ങളുടെ ജോഗിങ് ഷൂസ് അല്ലെങ്കിൽ ജോഗിങ്ങിന് ഇടുന്ന നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ കാണുന്ന രീതിയിൽ വെക്കുക. അല്ല, നിങ്ങളിനി രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പുതിയ കോൺസെപ്റ്റ് പഠിച്ചിട്ട് കിടക്കാൻ പോകും എന്നുള്ള ഹാബിറ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാണുന്ന ഒരു ഏരിയയിൽ നിങ്ങളൊരു നോട്ട് പാഡും പേനയും വെക്കുക. അപ്പൊ നമുക്ക് ഓർക്കാൻ പറ്റും, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയിട്ട് മറന്നു പോകാൻ പാടില്ലല്ലോ. ന്യൂ ഇയർ റെസൊല്യൂഷൻ 2025 ഉണ്ടാക്കിയിട്ട് 2026 ഓർത്തിട്ട് കാര്യമില്ല. അതാണ് മേക്ക് ഇറ്റ് ഒബ്വിയസ്. രണ്ടാമത്തെ ലോ, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. പുള്ളി ഈ മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് 4-5 ചാപ്റ്റർ ഉണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സമ്മറി, ഓവർവ്യൂ. ഓക്കെ, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, അതാണ് രണ്ടാമത്തെ ലോ. ഈ ലോ പറയുന്നത് നമ്മുടെ ഹാബിറ്റ് സക്സീഡ് ആവണമെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ കിട്ടണം. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹാബിറ്റിന്റെ ഒപ്പം ചേർക്കാം. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ ജോഗിങ് എടുത്താൽ നമ്മൾ ജോഗ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ വരുന്ന വഴി എന്തെങ്കിലും നാരങ്ങ വെള്ളം കുടിക്കും എന്നുള്ള ഒരു ഹാബിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റ് സക്സീഡ് ആവാനുള്ള റേറ്റ് കൂടുതലാണ്. അതാണ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഹാബിറ്റ്സ് അട്രാക്റ്റീവ് ആക്കാൻ പല പല വഴികളുണ്ട്. നമുക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ലൈക്ക് മൈൻഡഡ് പീപ്പിളുമായിട്ട് സംസാരിക്കാം. നമ്മുടെ കൂട്ടുകാർക്കും ഇതേ ഹാബിറ്റ്, നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തും പറയണം നമുക്ക് നാളെ തൊട്ട് ഇങ്ങനെ ഇത് ചെയ്യാം. അപ്പൊ നമുക്കത് കൂടുതൽ ഫണ്ണാവും. കൂടുതൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് നല്ല ആക്ടിവിറ്റീസ് ചെയ്യാം. പഠിക്കുന്ന കൂട്ടത്തിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചാൽ പഠിത്തം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ഫൺ എലമെന്റ് അവിടെ വർക്കൗട്ട് ചെയ്യും, പഠിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. മൂന്നാമത്തെ പോയിന്റ്, മേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ഒരു ഹാബിറ്റ് ഭയങ്കര പാടാണെങ്കിൽ നമ്മൾ അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു ബുക്ക് എഴുതുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണെങ്കിലും പാടാണ്. പക്ഷെ ഡെയിലി ഒരു പേജ് എഴുതുക, ഒരു പേജ് നിങ്ങൾ എന്തെങ്കിലും ഒരു കവിതയോ പാട്ടോ എഴുതുക, അല്ലെങ്കിൽ ഒരു ഫൺ സ്റ്റോറി ഒരു പേജ് എഴുതുക എന്നുള്ളത് ഈസിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈസി ഹാബിറ്റ്സ് ആവും ലോങ് റണ്ണിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസി. അല്ലാതെ വലിയ ഒരു ടാസ്ക് ആദ്യം തന്നെ ഇട്ടാൽ നമ്മൾ ഓവർവെൽംഡ് ആവും. ഓക്കെ, അപ്പോൾ മേക്ക് ഇറ്റ് ഈസി. ഇനി അവിടെ തന്നെയാണ് 2 മിനിറ്റ് റൂളൊക്കെ പുള്ളി പറയുന്നത്. 2 മിനിറ്റ് എന്തെങ്കിലും ഒരു സാധനം 2 മിനിറ്റ് ആദ്യം ചെയ്യുക, അപ്പോൾ എന്നിട്ട് നിർത്തുക, എന്നിട്ട് പിന്നെ അടുത്ത ദിവസം വീണ്ടും 2 മിനിറ്റ് ചെയ്യുക, 2 മിനിറ്റ് എന്നുള്ളത് 2.5 ആവും. അങ്ങനെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് നടക്കും അവിടെ. ഓക്കെ, 2 മിനിറ്റ് റൂളിന്റെ കേസൊക്കെ മേക്ക് ഇറ്റ് ഈസി എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ. നമ്മൾ ഒരു ഹാബിറ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മൾ ഡയറ്റിങ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത്ര ദിവസം ഡയറ്റ് ചെയ്ത് ഇത്ര വലിയൊരു ബിരിയാണി കഴിക്കാം എന്നുള്ള അങ്ങനത്തെ കൗണ്ടർ ആയിട്ടുള്ള റിവാർഡ്സ് അല്ല വേണ്ടത്. പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ്സ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ വിസിബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കിംഗ്. ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുള്ളി കഥകളായിട്ടാണ് ഈ ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാബിറ്റ് വിസിബിൾ ഹാബിറ്റ് ട്രാക്കിംഗ് എന്നുള്ളതിന്റെ സബ്സെക്ഷൻ ആയിട്ടുള്ള കഥ എന്താന്ന് വെച്ചാൽ, ഒരു 23 വയസ്സുള്ള ചെക്കൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തു.
ഒരു റൂക്കിയാണ്, ആർക്കും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല അവനിൽ നിന്ന്. പക്ഷേ അടുത്ത 1.5 വർഷം കൊണ്ട് അവൻ വലിയ പ്രോഫിറ്റ്സ് ആ കമ്പനിയിൽ ഉണ്ടാക്കി. എങ്ങനെയെന്ന് വെച്ചാൽ അവൻ വന്നിരിക്കും, എന്നിട്ട് ഒരു സെയിൽസ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഒരു മാർബിൾ, അവൻ്റെ ടേബിളിൽ കുറച്ച് മാർബിൾസ് ഉണ്ടാവും. മാർബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗോലി. അപ്പോൾ ഒരു ഗോലി എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. ഒരു സൈഡിലായിരിക്കും അതുണ്ടാവുക. രാവിലെ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. രണ്ടാമത്തെ കോൾ ചെയ്ത് കഴിയുന്നു ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ അവന് തന്നെ ബ്രെയിനിൽ ഉണ്ട് ഒരു കോൾ ചെയ്യുന്നത്, ഇത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ പ്രോഗ്രസ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഫയല് ഒരു ഫോൾഡറിൽ നിന്ന് വേറെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ വിഷ്വലി, ഇത്ര കോപ്പിയായി എന്ന് പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. അത് വിഷ്വലി നമ്മളത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. അതാണ് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്ങിൽ വരുന്ന പോയിന്റ്. നമുക്ക് കാണാൻ പറ്റണം, ഓക്കെ എൻ്റെ പ്രോഗ്രസ് ഇത്രയും ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റുമ്പോൾ നമ്മളത് വീണ്ടും ചെയ്യാനുള്ള ചാൻസ് കൂടും. ഓക്കെ, നമുക്ക് ChatGPT എന്താ പറയുന്നത് നോക്കാം. ഐഡന്റിറ്റി ചേഞ്ച്. കട്ട് ടു യു വെയറിംഗ് എ ഷെഫ്സ് ഹാറ്റ് ആൻഡ് ഏപ്രൺ ഇൻ കിച്ചൺ, സ്റ്റിറിംഗ് ആൻ എംപ്റ്റി പോട്ട്. ഞാനൊന്നും ചെയ്യൂല കേട്ടോ. അല്ല കേട്ടോ, നിങ്ങൾ ഒരു ആഹാരപ്രേമി ആകണമെങ്കിൽ ഒരു ദിവസത്തിൻ്റെയും ചെമ്മീൻ ബിരിയാണിയും തിന്നാൽ മതി എന്ന് കരുതല്ലേ. ജെയിംസ് ക്ലിയർ പറയും, നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റണം. നിങ്ങളൊരു റണ്ണർ എന്ന് കരുതുമ്പോൾ ജോഗിങ് ഒരു ശീലമാകും. അതുപോലെ ഞാൻ മാസ്റ്റർ ഷെഫ്, ഇപ്പോൾ ഞാൻ ദിവസവും ബിരിയാണി ഉണ്ടാക്കും. പോസസ് ആൻഡ് ലുക്സ് കൺഫ്യൂസ്ഡ്. പക്ഷെ ആരും കഴിക്കില്ല. അത് കൊള്ളാം. ChatGPT ചില തമാശയൊക്കെ കൊള്ളാം. അപ്പൊ ഈ ഐഡന്റിറ്റി ചേഞ്ച് എന്ന് പറയുന്നതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലോ ആണ് പുള്ളി ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇതും ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. നിങ്ങളൊരു സ്മോക്കർ ആയിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളത് നിർത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, വാടാ നമുക്ക് ഒരെണ്ണം കത്തിക്കാം, ഒരെണ്ണം വലിച്ചിട്ട് വരാം എന്ന് നിങ്ങളോട് വന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്ന്, ഇല്ലടാ ഞാൻ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഐ എം ട്രൈങ് ടു ക്വിറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. 2, ഇല്ലടാ ഞാൻ വലിക്കാറില്ല, ഐ ആം എ നോൺ സ്മോക്കർ എന്നും നിങ്ങൾക്ക് പറയാം. ഇതിലെ ആദ്യത്തേതിന്റെ പ്രശ്നം, നിങ്ങളൊരു പുകവലിക്കാരനായിരുന്നു പക്ഷെ ഇപ്പോ വലിക്കുന്നില്ല എന്നുള്ളൊരു ഐഡിയ ആണ് അവിടെ വരുന്നത്. രണ്ടാമത്തേതിൽ നിങ്ങൾ പറയുന്നത് ഞാൻ വലിക്കുന്ന ആളല്ല. ശരിയാണത്, പണ്ട് വലിച്ചിരുന്നോ ഇല്ലേ അതൊക്കെ വിടുക, ഞാൻ പുകവലിക്കാരനല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു ശീലം, ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങളൊരു ഇത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക. ആയിരുന്നോ അല്ലയോ വിടുക, എന്നിട്ട് ഇപ്പൊ ആണോ അല്ലേ എന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നു. ഇതാണ് ഐഡന്റിഫൈയിങ് യുവർ സെൽഫ്. ഐ ഐഡന്റിഫൈ ആസ് എ മാൻ, ഹി ഹിം. അത് ആ പരിപാടിയല്ല. ഇത് ഒരു ഹാബിച്വൽ ലെവലിൽ ഞാനിപ്പോൾ എന്നെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഞാൻ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. അപ്പൊ എൻ്റെ ബ്രെയിൻ വിചാരിക്കുക അതെ അതെ കറക്റ്റ്. പിന്നീടുള്ള എൻ്റെ ആക്ഷൻസ് അതിനനുസരിച്ചായിരിക്കും. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, ഐഡന്റിറ്റിയുടെ കോൺസെപ്റ്റ്. പിന്നെന്താ, പിന്നെ ഹാബിറ്റ് ലൂപ്പ് നമ്മൾ പറഞ്ഞു, ഐഡന്റിറ്റി പറഞ്ഞു. പിന്നെ ഇതിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഗോൾഡിലോക്സ് റൂൾ എന്ന് പറയുന്നത്. ഗോൾഡിലോക്സ് റൂൾ പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് തീരെ ഈസിയും ആവരുത്, ഭയങ്കര പാടും ആവാൻ പാടില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പുള്ളി പറയുന്നത്, നമ്മൾ ടെന്നീസ് കളിക്കാൻ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് ടെന്നീസ് കളിക്കുന്ന ഒരു 4 വയസ്സുള്ള ചെക്കൻ്റെ കൂടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ ആണെങ്കിൽ നമ്മളെല്ലാ കളിയും ജയിക്കും. നമുക്ക് കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മൾ ജയിക്കും. അവർ പാവ കൊച്ചു കൈയും വെച്ചിട്ട് എവിടെ വരെ എത്താനാ, നമ്മൾ അപ്പുറത്തോട്ട് അടിക്കുമ്പോൾ അവർ ഓടും ടിങ് ടിങ് ടിങ്, അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തേക്ക് അടിക്കും, നമ്മൾ തന്നെ ജയിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, അയ്യോ പാവം. ഇനി നമ്മൾ കളിക്കുന്നത് പ്രോ ടെന്നീസ് പ്ലെയർ, ഇപ്പൊ റാഫേൽ നഡാലിനോടോ ജോക്കോവിച്ചിനോടോ ഒക്കെ ആണെങ്കിൽ, പിന്നെ നമ്മുടെ മെയിൻ ആളുണ്ടല്ലോ, പേര് പറഞ്ഞു, റോജർ ഫെഡററിനോടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചാൻസ് നമുക്കില്ല.
നമ്മൾ എങ്ങനെ അടിച്ചാലും അവർ തിരിച്ചടിക്കും, ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഔട്ടാവും, നമ്മൾ തോക്കും. അപ്പൊ അത് ടൂ ഡിഫിക്കൽട്ടാണ്, നമ്മൾ അതിനകത്തും തോക്കും, നമുക്ക് ഒരു ഇൻട്രസ്റ്റ് പോകും. പക്ഷെ നമ്മള് ടെന്നീസ് കളിക്കുന്നത് നമ്മുടെ അതേ ലെവലിലുള്ളവരോടാണെങ്കിൽ, അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുന്നത് നമ്മുടെ അതേ ലെവലിലുള്ളവരോടാണെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മൾ ജയിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റഡ് ആയിരിക്കും, നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് തോന്നും. അതാണ് ഗോൾഡിലോക്സ് റൂള് പറയുന്നത്. ഹാബിറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആവാൻ പാടില്ല, വളരെ ഡിഫിക്കൽട്ടും ആവാൻ പാടില്ല. നമുക്ക് ചലഞ്ചിങ് ഇനഫ് ആയിരിക്കണം, ബോറിംഗ് ആവാനും പാടില്ല എന്നുള്ള രീതിയിലുള്ള ഹാബിറ്റ്സ് ആയിരിക്കണം നമ്മൾ ഫോം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്താലേ നമുക്കൊരു ഫ്ലോ സ്റ്റേറ്റിൽ എത്താൻ പറ്റൂ. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഏതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അറ്റ് എ പോയിന്റ് നമ്മളൊരു സ്റ്റേറ്റിലെത്തും സച്ച് ദാറ്റ് വേറെ കാര്യങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ JEE പഠിച്ചപ്പോഴും പ്ലേസ്മെന്റ് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ പഠിക്കാൻ തുടങ്ങും, കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ആ ഫ്ലോ സ്റ്റേറ്റിലെത്തും. ആ പോയിന്റിൽ ഞാൻ പഠിക്കുന്ന ആ ഒരു മെറ്റീരിയൽ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ, വേറൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, വേറൊന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. അതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ ആ സമയത്ത് ചെയ്യുന്നതെല്ലാം വളരെ വളരെ നൈസായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത പോയിന്റ്, സെറ്റിംഗ് യുവർ എൻവയോൺമെന്റ്. ഡീക്ലട്ടർ യുവർ എൻവയോൺമെന്റ്. ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഹാബിറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റ് ഫുൾ പൊടി പിടിച്ചതും അതുപോലെ അലങ്കോലപ്പെട്ട ഒരു റൂമിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കത് പറ്റൂല. അതാണ് എൻവയോൺമെന്റ് നന്നാക്കുക എന്നുള്ള പോയിന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബുക്കിലെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്സ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളാണ്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, അട്രാക്റ്റീവ്, ഈസി, സാറ്റിസ്ഫൈങ്. ഈ 4 കാര്യങ്ങളാണ് ഒരു നല്ല ഹാബിറ്റ് ഫോം ചെയ്യുന്നതിനുള്ള ഐഡിയൽ സാധനങ്ങൾ. ഇനി മോശം ഹാബിറ്റ് റിമൂവ് ചെയ്യുന്നത് ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ്. മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളത് ഹൈഡ് ഇറ്റ്. അതായത് നിങ്ങൾ ഇപ്പോൾ പുകവലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ അടുത്ത് പോകാതിരിക്കുക. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് നോട്ട് അട്രാക്റ്റീവ്. ഓക്കെ, ഒരു ദുശീലം അത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണുക. മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. അതാണ് ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാനുള്ളത്. സാറ്റിസ്ഫൈങ്, മേക്ക് ഇറ്റ് ഡിസാറ്റിസ്ഫൈങ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു നല്ല കോൺസെപ്റ്റ് പ്ലേറ്റി ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹാബിറ്റ് തുടങ്ങാം, നമ്മളൊരു പുതിയ സ്കില്ല് ലേൺ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റി ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്, ഒരു വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റിലാവും. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. ഓക്കെ, അതാണ് വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ക്രോസ് ചെയ്യുകയും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുമുള്ളവരും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. ഇവനിപ്പോൾ ഈ ഒരു സ്കില്ല് നന്നാവുന്നുണ്ടല്ലോ. അപ്പം ഗിത്താർ വായിക്കുന്ന പരിപാടി നമ്മൾ പാട്ട് പഠിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവും, ആൾക്കാർ കാണുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ലേറ്റന്റ് പൊട്ടൻഷ്യൽ പ്ലാറ്റ്യൂ താണ്ടണം. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം, വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റും ഈ ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ChatGPT ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ChatGPTയുടെ കൺക്ലൂഷൻ നോക്കാം നമുക്ക്. കൺക്ലൂഷൻ അവസാനം പറയാനുള്ളത് ഇതാണ്: എളുപ്പമാക്കി തുടങ്ങൂ, ചെറിയ ശീലങ്ങൾ എടുക്കൂ, ആ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ചിന്തിക്കണ്ട, നിങ്ങളുടെ വിജയത്തിന് ഇത് മാപ്പ് തരും. എനിക്കിപ്പോൾ പെട്ടെന്ന് വേണം കോഫി കുടിക്കാൻ പോകാൻ. പിക്സ് അപ്പ് കോഫി, സ്മൈൽസ് അറ്റ് ക്യാമറ. ഇതുവരെയൊക്കെ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ശീലങ്ങൾ സൃഷ്ടിക്കാൻ നേരെ പണി. ChatGPT മലയാളം പഠിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.
കുറച്ചൊരു ലെങ്തി വീഡിയോ ആയി എന്ന് എനിക്കറിയാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ChatGPT പറഞ്ഞ പോലെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.